ഇപ്പോൾ ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധൻ ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, 15ാം ദിവസം ഇന്ത്യ കായികമായ ഒരു പ്രത്യാക്രമണം നടത്തുന്നു. അവിടെ വളരെ കൃത്യമായ ഒരു നിയന്ത്രണം നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നു. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ പറയുന്നത് അവരുടെ സിവിലിയൻ കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഓരോ 9 കേന്ദ്രങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും കേന്ദ്രങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ്. വാസ്തവത്തിൽ ഇന്ത്യ കാത്തിരുന്ന ഒരു മറുപടിയാണ് ഇന്നിപ്പോ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല, അയൽ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ചരിത്രമുള്ള രാജ്യമല്ല നമ്മുടെ രാജ്യം. എന്നാൽ പോലും നമ്മൾ അങ്ങനെയുള്ളൊരു നിലപാടും നയവും സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മെ നിരവധി തവണ ആക്രമണത്തിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചിഴച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി വളരെ നൃശംസനീയം വളരെ നമ്മുടെ ദുഃഖം ഉണ്ടാക്കുന്നതും നമ്മുടെ മനസാക്ഷി മരവിപ്പിക്കുന്നതുമായിട്ടുള്ള ആക്രമണമാണ് ഏപ്രിൽ 22-ാം തീയതി അവർ പഹൽഗാമിൽ നടത്തിയത്. 2 തരത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ഭീകരന്മാർ നമ്മുടെ ഇവിടെ കടന്നു കയറി വളരെ സമാധാനപൂർണമായ ഒരു പ്രദേശത്ത് ആക്രമണം നടത്തുന്നു. രണ്ടാമത്തത് ആ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ തീവ്രതയും ദുഃഖവും വർദ്ധിപ്പിക്കുന്നത് മനുഷ്യരെ മതങ്ങളുടെ പേരിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, ഭാര്യകളുടെ മുമ്പിൽ ഒക്കെ വെച്ച് വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് സ്വാഭാവികമായും മറുപടി നൽകാതിരിക്കാൻ ഇന്ത്യക്കാവില്ല. എന്നാൽ നമ്മൾ നേരത്തെ 2016 ഉറിയിലെ ആക്രമണത്തിന് പോലെയോ അല്ലെങ്കിൽ 2019 പുൽവാമ ആക്രമണത്തിന് മറുപടി കൊടുത്ത പോലെയോ അല്ല നമ്മൾ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് തുടക്കം മുതൽ വ്യക്തമാണ്. കാരണം നമ്മൾ 2016-ലും 2013-ലും ഈ സർജിക്കൽ സ്ട്രൈക്കും അല്ലെങ്കിൽ ബാലക്കോട്ടിൽ നടത്തിയ ഡെപ്തിലേക്ക് നടത്തിയ ആക്രമണവും കൊണ്ട് അവർ പാഠം പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഇത് പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം, അതായത് ഉറി ആക്രമണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചടിച്ചതെങ്കിൽ പുൽവാമ ആക്രമണത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ആക്രമിച്ചതെങ്കിൽ ഇത് പഹൽഗാം ആക്രമണത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് നമ്മൾ ആക്രമിച്ചത്. അത് വെറുതെയുള്ള ആക്രമണമല്ല, വളരെ കൃത്യമായി, അതായത് ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ഇതിന് തുനിഞ്ഞാൽ അവര് പല തവണ കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ, ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന സന്ദേശമാണ് വാസ്തവത്തിലൂടെ നൽകിയത്. അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, സംഭവത്തിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നടത്തിയ ആളുകളെ മാത്രമല്ല, ഇതിന് പിന്തുണ നൽകിയവരും, അറ്റാക്കേഴ്സ് ആൻഡ് ദ ബാക്കേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഇത് നടത്തിയ ആളുകളെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ തെരഞ്ഞുപിടിച്ച് പിടിക്കും, അതുപോലെ തന്നെ പിന്തുണച്ചവർക്ക് ഞങ്ങൾ നല്ല പണിഷ്മെന്റ് നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 14 ദിവസമായി ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ പല തരത്തിലുള്ള വാസ്തവത്തിൽ ഈ ആക്രമണം നടന്നപ്പോൾ തന്നെ നമ്മൾ വാസ്തവത്തിൽ ഒരു യുദ്ധ സമാനമായ നിലപാടിലേക്ക് നമ്മൾ വന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ഇതിനു മുമ്പ് നടന്ന 3-4 യുദ്ധങ്ങൾക്ക് ശേഷം പോലും നമ്മള് ഈ സിന്ധു നദീജല കരാർ പോലൊരു കരാർ റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചു. അതെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ജലത്തെ ആയുധവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഇത്രയും വലിയ ഒരു ക്രൂരമായ നടപടി ചെയ്ത ഒരു രാജ്യത്തെ പണിഷ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അവർക്ക് വേദനിക്കണം എന്നുള്ള ചിന്ത ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരു അന്തർദേശീയ വേൾഡ് ബാങ്ക് മധ്യസ്ഥത വെച്ചുണ്ടാക്കിയ കരാർ. അത്തരമൊരു കരാർ മരവിപ്പിക്കുമ്പോൾ അതിന്റെ റിപ്പർക്കഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ അത്തരമൊരു കടുത്ത നടപടിക്ക് തുനിഞ്ഞത് ഇതിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന നിലപാട് കൊണ്ടാണ് നമ്മൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ പഞ്ചാബും സിന്ധും 2 വലിയ പ്രവിശ്യകൾ വളരെ വലിയ പ്രതിസന്ധിയിലാവും, അവരുടെ കർഷകർ പ്രതിസന്ധിയിലാവും, ആ പ്രദേശങ്ങൾ മരുഭൂവൽക്കരിക്കപ്പെടും. ഇപ്പൊ നമുക്ക് വാസ്തവത്തിൽ ഇവയെല്ലാം ഈ വെള്ളത്തെ കൃത്യമായി തടയാനുള്ള സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ പോലും നമുക്ക് പുതിയ ഡാമുകൾ പണിയാനും നമ്മുടെ നിലവിലുള്ള ഡാമുകളുടെ ആഴം കൂട്ടാനും
ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇതിലൂടെ വന്നു ചേരും എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പ്രദേശത്ത് ജനങ്ങൾ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ, നമുക്കറിയാം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ ചെറിയ സമ്പദ് വ്യവസ്ഥയാണ്. ആ ചെറിയ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സംഭാവന നൽകുന്നത് കൃഷിയാണ്. അപ്പൊ ആ കൃഷിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് നമ്മൾ സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തത്, നമ്മൾ വളരെ കൃത്യമായ സൈനിക തയ്യാറെടുപ്പുകൾ നടത്തി. നമ്മുടെ സേനകളെ, കര, വ്യോമ, നാവിക സേനകളെ പരിശീലിപ്പിക്കുക മാത്രമല്ല തയ്യാറെടുപ്പിച്ചുകൊണ്ട് ഇതിന് സജ്ജീകരിക്കുന്ന തരത്തിൽ നമ്മുടെ അതിർത്തികളിലൊക്കെ. ശ്രീ ജോസഫ് ആന്റണി, ഈ പാക് ഓക്കുപൈഡ് കാശ്മീർ അതൊരു തീവ്രവാദ പരിശീലന കേന്ദ്രമാക്കി മാറ്റുന്ന പാകിസ്ഥാന്റെ നടപടി നമ്മൾ പല തവണ കണ്ടതാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം കൃത്യമായും നമ്മൾ അതിന് ഒരു തവണ മറുപടി കൊടുത്തതുമാണ്. ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഈ ഹാഫിസ് സയ്യിദിനൊക്കെയുള്ള സുരക്ഷ പാകിസ്ഥാൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. 4X കാറ്റഗറി സുരക്ഷയിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്ത്, ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുക എന്നുള്ള ഒരു ചെറിയ ടാർഗറ്റ് അല്ല. അവരെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മറയ്ക്കാനുള്ള ഒരു ആയുധമാണ് ഇന്ത്യ വിരുദ്ധത. ഇന്ത്യയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഒരു ചെറിയ ഭീകരാക്രമണം നടത്തുക, അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുക, അതുകൊണ്ട് ആ രാജ്യത്തെ, പാകിസ്ഥാനിലെ എല്ലാ വിഷയങ്ങളെയും, അത് സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാവട്ടെ, അതിനെയൊക്കെ മറയ്ക്കുക എന്നുള്ളതാണ് അവർ ഇതുവരെ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇനി ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്, പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള പോക്ക് പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ ഇന്ത്യ അവരെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയല്ലേ? താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്, വളരെ കൃത്യമായ നിരീക്ഷണമാണ്. നമുക്ക് അറിയാം, മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യം എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്, എപ്രകാരമാണ് ആ രാജ്യം വികസിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം, ഇന്ത്യക്ക് വികസിത് ഭാരത് എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്, ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള വിഷൻ 2025 എന്നുള്ളതുണ്ട്, സൗദി അറേബ്യയ്ക്ക് വിഷൻ 2030 എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ രാജ്യങ്ങളും ജനങ്ങളുടെ ക്ഷേമവുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയുള്ള ഒരു ലോകം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ എന്താ കാഴ്ചപ്പാട്? പാകിസ്ഥാന് ഒരു കാഴ്ചപ്പാടുമില്ല. പാകിസ്ഥാനുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മിലിറ്ററിയുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുന്ന വളരെ അപകടകരവും ഇടുങ്ങിയതുമായ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അസിം മുനീർ എന്ന് പറയുന്ന ജനറൽ യാതൊരു കാരണവശാലും, ഇപ്പൊ നമുക്കറിയാം, വളരെ സാമ്പത്തികമായി വളരെ ദുർബലമായി നിൽക്കുന്നു, രാഷ്ട്രീയമായി ആഭ്യന്തരമായി വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നു. പിന്നെ സാമ്പത്തിക രംഗത്ത് നമുക്കറിയാം, IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ഒക്കെ ലോണുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം IMF-ന്റെ ഒരു ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞു, ഇതൊരു ഭീകര രാഷ്ട്രമാണ്, ഈ സമ്പത്തുകൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം നിർത്തണം എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ ഇതിന് സമാന്തരമായി നമുക്കറിയാം, FATF എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന അതിന്റെ ഗ്രേ ലിസ്റ്റിൽ പെട്ടിരുന്ന രാജ്യമാണിത്. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക സഹായം IMF-ൽ നിന്ന് ലഭിക്കാതെ വന്നത്. അത് നമ്മൾ വീണ്ടും, അതായത് ഇത് ഭീകരതയുടെ തലസ്ഥാനമായി വീണ്ടും പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഭീകരന്മാരായിട്ടുള്ള മസൂദ് അഷറിനെയും ഹാഫിസ് സയ്യിദിനെയും ഒക്കെ നമ്മൾ പറയുന്ന കണക്ക് Z കാറ്റഗറി പോലുള്ള യാതൊരു വിധത്തിലും ആർക്കും ടച്ച് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള 3-4 ലെയർ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവര് ഭീകരന്മാരെ സംരക്ഷിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമല്ല, പാകിസ്ഥാന്റെ പട്ടാളം. നമ്മൾ ഇവിടെ കാണേണ്ട കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടായി നമ്മൾ കാണണം. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാകിസ്ഥാനും ഒരു മിലിറ്ററി പാകിസ്ഥാനും ഉണ്ട്. ഈ പൊളിറ്റിക്കൽ പാകിസ്ഥാന്റെ മേൽ മിലിറ്ററി പാകിസ്ഥാൻ നിയന്ത്രണം പൂർണ്ണമാണ്. അതുകൊണ്ടാണല്ലോ ഇമ്രാൻ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇമ്രാൻഖാൻ എന്ന് പറയുന്ന നേതാവിനെ ഈ അട്ടിമറികളിലൂടെ, രാഷ്ട്രീയ അട്ടിമറികളിലൂടെ, അതായത് അസിം മുനീറും ഇമ്രാൻഖാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ സേന ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഷഹബാസ് ഷെരീഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ സേനയുടെ പിന്തുണയോട് കൂടിയിട്ട് അധികാരത്തിൽ വന്നയാളാണ് ഷഹബാസ് ഷെരീഫ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വാല്യൂ ഇല്ല, യാതൊരു വോയിസും ഇല്ല. ഇവരിങ്ങനെ കൂടെ പിന്നെ ഖ്വാജ ആസിഫ് പറയുന്നു ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കും, ബിലാവൽ ഭൂട്ടോ പറയുന്നു ഞങ്ങൾ സിന്ധു നദിയിലൂടെ രക്തപ്പുഴ ഒഴുക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിന്റെ അപ്പുറത്ത് ഈ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇവർക്ക് ആർക്കും യാതൊരു പങ്കുമില്ല.
മുഴുവൻ കാര്യങ്ങളെ ഇപ്പോ ഈ ശ്രീ ജോസഫ് ആന്റണി കഴിഞ്ഞ ദിവസം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, വന്ന ഒരു വാർത്ത, അതായത് ഈ പാകിസ്ഥാനിലെ ആയുധങ്ങൾ, അവരുടെ ഈ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഉക്രൈന് വിറ്റ് ആ പൈസ വാങ്ങി. ഇനിയിപ്പോൾ അവർക്ക് ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ 4 ദിവസം തികച്ച് ഇന്ത്യയുമായി യുദ്ധം നടത്താനുള്ള ആയുധങ്ങൾ അവരുടെ കൈവശമില്ല. കാരണം ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവരുണ്ടാക്കിയ ആയുധങ്ങൾ മുഴുവൻ ഉക്രൈന് നൽകി പണം വാങ്ങി എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ജോസഫ് ആന്റണി. അല്ല, അതാണ് പറയുന്നത്. നമുക്കറിയാം ആ രാജ്യം, സാധാരണഗതിയിൽ മിക്ക രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് ബജറ്റ് 2% താഴെ നിർത്താനാണ് ശ്രമിക്കുക എപ്പോഴും. നമ്മുടേത് ഭാരതം 1.9% നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മുടെ $86 ബില്യൺ നമ്മുടെ ഡിഫൻസ് ബജറ്റ്. പാകിസ്ഥാന്റെ ഡിഫൻസ് ബജറ്റ് $10 ബില്യൺ. ആ $10 ബില്യൺ എന്ന് പറയുന്ന അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ 3.9%. അത് ഭയങ്കര ഭീമമായ തുകയാണ്. അപ്പൊ അങ്ങനെ, അതായത് ആ രാജ്യം സാമ്പത്തികമായി ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ, ആളുകൾക്ക് ജോലിയില്ലാതെ വരുമ്പോൾ, ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ കഴിയാതെ വരുമ്പോൾ, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാതെ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം ഇത്രമാത്രം സമ്പത്ത്, അതായത് 3.9% പിന്നെ ബജറ്റിന്റെ തുക മാറ്റി ഡിഫൻസിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമുക്കറിയാം ഈ അസിം മുനീർ എന്ന് പറയുന്ന ജനറൽ, പാകിസ്ഥാന്റെ സേനാ മേധാവി, അവിടുത്തെ രാഷ്ട്രീയത്തെ, അവിടുത്തെ ഭരണകൂടത്തെ, അവിടുത്തെ സേനയെല്ലാം വളരെ ആത്മഹത്യാ മുനമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് ഇന്ന്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നവംബർ മാസം അദ്ദേഹത്തിന്റെ ടേം തീരും. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും 2 വർഷം കൂടെ കിട്ടണം. അതിനുശേഷം വീണ്ടും 5 വർഷം കൂടെ കിട്ടണം. അതൊരു അദ്ദേഹത്തിന് ഒരു ജനറൽ സിയാഉൽ ഹക്കോ പർവേസ് മുഷാറഫുമായി മാറി അവിടുത്തെ പാകിസ്ഥാൻ ഭരണത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കണം. നമുക്കറിയാം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 50%, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ ആകെ സമ്പദ് വ്യവസ്ഥയുടെ 50% നിയന്ത്രിക്കുന്നത് ഇപ്പോൾ സേനയാണ്. ഈ ഫൗജി ഫൗണ്ടേഷൻ പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ അവിടുത്തെ സമസ്ത മേഖലകളിലും, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പമ്പുകളാവട്ടെ, ഭക്ഷണശാലകളാവട്ടെ, ബേക്കറികളാവട്ടെ, വ്യവസായ സംരംഭങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള മുഴുവൻ സംരംഭങ്ങളിലും ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന അവരാണ്. ഈ അയേഷ സിദ്ദിഖ എന്ന് പറയുന്ന പാകിസ്ഥാൻകാരി, അവരിപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. അവർ മിലിറ്ററി ഇൻകോർപ്പറേറ്റ് എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് ഈ പാകിസ്ഥാൻ മിലിറ്ററിയാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ ജനാധിപത്യത്തെ വളരാൻ അനുവദിക്കാത്തത്, പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ വളരാൻ അനുവദിക്കാത്തത്, പാകിസ്ഥാനെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അയേഷ സിദ്ദിഖയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഈ പ്രൊഫസർ TV പോളൊക്കെ എഴുതിയപോലെ ഇറ്റ്സ് എ വാറിയർ സ്റ്റേറ്റ്. സത്യം പറഞ്ഞാൽ ഇത് പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, ഒരു റോഗ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യൻ പ്രതിനിധി പറയുന്നത് ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു. കാരണം ജനങ്ങളുടെ ക്ഷേമം അവരുടെ മുമ്പിലുള്ള ഒരു വിഷയമേ അല്ല. പട്ടാളത്തിന്റെ താല്പര്യങ്ങൾ, അതും ഒരാൾ അധികാരത്തിൽ വരുന്ന ആരാണോ, കരസേനാ മേധാവിയായി ഇരിക്കുന്ന ആരാണോ, അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക്. ഇന്ന് മാത്രമല്ല, ഇദ്ദേഹം വളരെ അപകടകാരി കൂടിയാണ്. ഇപ്പൊ നമുക്കറിയാം ബജ്വ എന്ന് പറയുന്ന കരസേനാ മേധാവി മാറിയിട്ടാണ് ഈ അസിം മുനീർ വന്നത്. ബജ്വ എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഒരു സഹകരണത്തിന്റെയും ഒരു സഹവർത്തിത്വത്തിന്റെയും നയം സ്വീകരിക്കണമെന്ന് പറയുന്ന ബജ്വ ഡോക്ട്രിൻ എന്ന് പറയുന്നത് നടപ്പിലാക്കിയ ആളാണ് ബജ്വ. എന്നാൽ അതിനുശേഷം ഇദ്ദേഹം വന്നത്, ഇദ്ദേഹം ഒരു ജനറൽ മാത്രമല്ല, ഒരു ഇസ്ലാമിസ്റ്റ് ജനറലാണ്. ഇദ്ദേഹത്തെ നമുക്കൊരു ജിഹാദി ജനറൽ എന്ന് വിളിക്കാം. കാരണം ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ നമുക്കറിയാം. ഈ പഹൽഗാം സംഭവത്തിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഈ 2 നേഷൻ തിയറി, നമ്മൾ 2 മതം, 2 സംസ്കാരം, 2 ചരിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ അതിതീവ്രമായി അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഈ മതം അനുശാസിക്കുന്ന മതത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് നമ്മുടെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇദ്ദേഹം വളരെ തീവ്രമായി, അതായത് ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഹോളി ഖുറാനിൽ നിന്ന് നിരന്തരം കൊട്ടേഷൻസ് നടത്തിക്കൊണ്ട് അതിതീവ്രമായ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു ജിഹാദി ജനറലാണിത്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുന്നോട്ട് പോകരുതെന്ന് മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരമായി സംഘർഷം വേണമെന്ന് ആഗ്രഹിക്കും. അതിലൂടെ അതായത് നമുക്കറിയാം സേനയുടെ ഈ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതാണ് കണ്ടത്. എന്തെല്ലാം തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടും ഇമ്രാൻഖാൻ വളരെ വലിയ രീതിയിൽ വോട്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ മാത്രമല്ല ജോസഫ് ആന്റണി, ഇമ്രാൻഖാനെ ജയിലിൽ ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നു. ഒന്ന് ആലോചിക്കൂ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അയാൾ ജയിച്ചിട്ട് പോലും ആ ജയിലിൽ പിടിച്ചിടുന്നു. ആ ജയിലിനുള്ളിൽ അയാൾക്ക് ശാരീരികമായ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന വാർത്തകളടക്കം പുറത്തു വരുന്നുണ്ട്.
അല്ല, ഈ സൈനിക മേധാവിമാര് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പിന്നെ സുൽഫിക്കർ അലി ഭൂട്ടോയെ സിയാഉൽ ഹക്ക് കൊന്നു. അതുപോലെ തന്നെ ബേനസീർ ഭൂട്ടോയും പർവേസ് മുഷറഫിന്റെ കാലത്ത് കൊല്ലപ്പെട്ടു. അപ്പൊ ഈ ഒന്നുകിൽ അവര് നാടുകടത്തപ്പെടുക അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെടുക, വധിക്കപ്പെടുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്, അതിന്റെ ജനിതക ഘടനയിലുള്ള ഭാഗമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ജനറൽ അസിം മുനീർ അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ, കരസേനാ മേധാവിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അദ്ദേഹം വാസ്തവത്തിൽ കരസേനാ മേധാവിയല്ല, രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതായ ഭരണാധികാരിയാണ്. അവിടുത്തെ പാകിസ്ഥാൻ പ്രസിഡന്റിനോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷഹബാസ് ഷെരീഫിനോ ഒന്നും ഇതിനകത്ത് യാതൊരു അഭിപ്രായമില്ല. ഈ അസിം മുനീറിന്റെ നിയന്ത്രണത്തിലാണ് എങ്കിൽ ഒരു പക്ഷേ എന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ഇമ്രാൻഖാൻ ജീവനോടെ ജയിലിന് പുറത്തു വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വാസ്തവത്തിൽ ഈ സേനകൾക്കെതിരായി ഇപ്പോൾ തന്നെ അതിശക്തമായ വികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി ഈ ഇമ്രാൻഖാൻ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്താണ്? ഇമ്രാൻഖാൻ ചെയ്ത ഏറ്റവും വലിയ പാതകം പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി സേനയ്ക്കെതിരായി ഒരു രാഷ്ട്രീയ നേതാവ് എതിർപ്പുമായി വിമർശനവുമായി അതിശക്തമായി മുന്നോട്ട് വന്നു. അത് വളരെ വലിയൊരു മാറ്റമാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലടച്ചതിന് ശേഷം പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരിക്കലും ചെയ്യാത്ത തരത്തിൽ പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങളെക്കെതിരായി സമരം നടത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ ചരിത്രത്തിൽ, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ സേനയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സേനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ സേനയ്ക്ക് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ബലൂചിസ്ഥാനിലെ സംഭവങ്ങളും ഖൈബർ പ്രവിശ്യയിലെ സംഭവങ്ങളും അതുപോലെ തന്നെ പഞ്ചാബിൽ തന്നെ നടക്കുന്ന ഭീകരാക്രമണങ്ങളും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന നടത്തുന്ന പ്രശ്നങ്ങളും എല്ലാം ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ല, ജനങ്ങൾക്ക് യാതൊരു ക്ഷേമവുമില്ല എന്നൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായ ഈ സേനയ്ക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടായിരിക്കുന്നു. അതിനെയൊക്കെ അതിവർത്തിച്ചുകൊണ്ട് ഇത് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ പഹൽഗാമിൽ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് വന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും നിഷ്ഠൂരമായ ഒരു ആക്രമണം നടത്തിയാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് കൃത്യമായി അസിം മുനീറിന് അറിയാം. അങ്ങനെ അടിക്കുമ്പോൾ അതൊരു യുദ്ധമാക്കി വളർത്തിയെടുത്താൽ ഈ പാകിസ്ഥാന്റെ രക്ഷകൻ ഞാൻ മാത്രമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, വൈകാരികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ അധികാരത്തിൽ തുടരാനും അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു പഹൽഗാമിൽ ഏപ്രിൽ 22-ാം തീയതി കണ്ടത്. തീർച്ചയായും ജോസഫ് ആൻ്റണി, നന്ദി പ്രതികരിച്ചതിന്.